ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്ടാ. അപ്പോൾ നമ്മളിന്ന് ക്രിസ്റ്റൽ ഫാൾ എടപ്പാളത്തിൽ വെള്ളച്ചാട്ടം പോലത്തെ ചെറിയ സ്ഥലമാണ്. അവിടെ പുതിയ ഇറങ്ങിയതാണ്. ഫസ്റ്റ് കേസിടുമ്പോൾ നമുക്കൊരു ഇല്യൂഷൻ കാണാം. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഈ വീഡിയോ ഇന്ന് എടപ്പാളുള്ള ആ പരിപാടിത്തെ ഫുള്ള് ഐറ്റംസ് നമ്മൾ കാണിക്കണമായിരിക്കും കേട്ടോ. കയറി ചെല്ലുമ്പോൾ ഒരു അടിപൊളി വൈബായിട്ടുള്ളൊരു ഇല്യൂഷനാണ് സംഭവം. കണ്ട പ്രൊജക്ടറും വെച്ച് ഇതാക്കിയാണ്. പിന്നെ പോണൊരു ശ്രദ്ധയ്ക്ക് ലേസർ എങ്ങാനുങ്ങളുടെ ക്യാമറ അടിച്ച് ഫോണായിക്കോട്ടെ ക്യാമറ ആയിക്കോട്ടെ അടിച്ചാണ്ട് പോകും. 100-110 പെട്ടച്ചാണ്ട് വിടും. പിന്നെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല, ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് കേട്ടത് വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ കുറച്ച് ഇക്കാക്കുള്ള ഇക്കാക്ക എടുത്താൽ മതി. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മായാജാലം വെള്ളം എന്ന പോലത്തെ ഒരു മായാജാലം വെള്ളം വാട്ടർഫാൾ കാണും നിങ്ങൾക്ക്. ഇതിന്ന് ഒഴുകി വരുന്ന താഴത്തേക്ക് ഒന്ന് റീസൈക്കിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. പക്ഷേ അതല്ല കേട്ടോ, ആരൊക്കെ മൂത്രിച്ചിട്ടുണ്ടാവും പറയാൻ പറ്റില്ല. ഞാൻ ഇറങ്ങിയില്ല, എനിക്ക് പേടിയാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ ഇവിടുന്ന് ഉരുസൂണു, അങ്ങനെ ആസൂണു, ഇങ്ങനെ ഉരുസൂണു, എത്ര തിരക്ക്. പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. തിരക്ക് വന്നു തുടങ്ങുള്ളൂ. സംഭവം തുടങ്ങിയിട്ട് 5-6 ദിവസമായിട്ടുള്ളൂ. നമ്മളാണ് ഫസ്റ്റ് നേരത്തെ പോയത്. അപ്പോൾ കഴിച്ചിനടുത്ത് വെള്ളച്ചാട്ട പാട്ട് കേട്ട് ആസ്വദിച്ച് നോക്കിട്ടാ. അപ്പോൾ കഴിച്ച് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കാലി വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ സ്ഥലം പറയുന്നത് ഒരു ബീച്ച് പോലെയാണ്, മണലൊക്കെ ഉണ്ട്. ബട്ട് എന്തായാലും ചുറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കിടക്കാൻ ബെഞ്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു പാലുണ്ട്, നോർമൽ പാലം, വലിയ ചെറിയൊരു പാലുണ്ട്. നല്ല തിരക്കധികം ഉണ്ടായിരുന്നു കേട്ടോ. ആ മരം കാണില്ല, അതൊക്കെ ഫേക്കാട്ടോ. കല്ല് അതൊക്കെ ഫേക്കാണ്. ആ മുറിച്ചെടുക്കുന്നത് ഫേക്കാട്ടോ, ഒക്കെ ഫേക്കാണ്. പിന്നെ നമ്മൾ നേരെ പാലത്തിലോട്ടേക്ക് കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ പാലത്തിനടിയിലായി കുറച്ച് വെള്ളമുണ്ട്. വെള്ളത്തിനടിയിലായി ഡാർപ്പായി വിരിച്ചിട്ടുണ്ട്. പക്ഷെ അധികം കുഴപ്പമില്ല. എൻട്രി റേറ്റ് പറഞ്ഞത് കയറുമ്പോൾ അല്ലേണ്ട പൈസ പറയുന്നത് 100 റുപ്യ ഉള്ളൂ. പക്ഷേ 100 റുപ്യക്ക് കാണാണ്ട്. പിന്നെ മറ്റ് ഐറ്റംസിലോട്ടേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ ചുറ്റോറും ഓരോ വീടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലായിട്ട് കയറി നോക്കിയൊന്നും പറ്റില്ല, വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് വീടിൻ്റെ ബാക്കിലേക്ക് പോയി നോക്കി, ജസ്റ്റ് ഒന്ന് വെറുതെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇതേ കണ്ടു നോക്കിയേ. അത്ര ഉള്ളൂ ഇവിടുന്ന് വ്യൂ കിട്ടാം. അത്ര ഉള്ളൂ ഇവിടുന്ന് വ്യൂ വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പാലത്തിൻ്റെ താഴത്തോട്ടേക്ക് കാല് വെച്ച് ഇറങ്ങുന്നതാണ് അടുത്ത ഘട്ടം. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു പാട്ടായിക്കോട്ടെ, ആയിക്കോളൂ. അപ്പോൾ കഴിച്ച് നമ്മൾ മൂന്നാമത്തെ സെക്ഷനോട്ടേക്ക് കാല് വെക്കുകയാണ്. മൂന്നാമത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയതായിട്ടൊന്നുമില്ല. അവിടെ നേരെ കയറി ചെറിയൊരു മസാജ് കാണാണ്ട്. അപ്പോൾ നമ്മളത് വല്ലാണ്ട് കാണിക്കണില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫുള്ള് മാർക്കറ്റിങ് കാര്യങ്ങളാണ്. പലതരം കടകളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. കളിപ്പാട്ടകൾ ആവശ്യം, മാജിക് ബുക്ക് മുതലായവ എല്ലാ ഐറ്റംസും അവിടെ ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. കണ്ട ഗൈസ്, 50 വരെ എന്തൊക്കെയാണ് എഴുതിക്കുന്നത്. പിന്നെ കീച്ചെയിൻ, റൊണാൾഡോ എടുക്കണം, മെസ്സി കഴിക്കണം, സ്കേറ്റിംഗ് ബോർഡൊക്കെ ഇട്ടിട്ട് അതിൽ നല്ല ബാഗിൽ മറ്റേ പോക്കിമോൻ കാർഡോ ഐറ്റംസൊക്കെ ഉണ്ട്. സ്റ്റിക്കർ, ചെണ്ട, പാത്രം, നല്ല ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മൂന്നാമത്തെ സെക്ഷനോട്ടേക്ക് കാല് വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ സെക്ഷൻ പറയാനുള്ളൊന്നുമില്ല, പാർക്ക് തന്നെയാണ്. അതങ്ങനെ മട്ടൻ കാക്കുന്ന സാധനം. ഞാനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇറങ്ങൂല, കരുതി ഛർദിക്കൂട്ടം ഞാൻ. അമ്മമാർക്ക് ഭ്രാന്താവും ഇറങ്ങിയിട്ട്. പിന്നെ എന്തൊരു ഊഞ്ഞാല സാധനമുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇതാ വലിയൊരു മിക്കി മൗസ് കാണാണ്ടോ. ഹൈദരാബാദല്ല, ഹൈഡ്രജൻ ബലൂൺ കേട്ടോ. പിന്നെ ഇവർ നേരെ മുന്നിൽ നോക്കുമ്പോൾ ഒരു പോപ്കോൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എന്തോ പറഞ്ഞിട്ടൊരു തീവണ്ടി ഇട്ടാ. നല്ല പോപ്കോൺ, ചീസ്, ടൊമാറ്റോ,
എല്ലാ ഇതുണ്ട്. എനിക്ക് പോപ്കോൺ ഇഷ്ടമില്ല. ഇഷ്ടമുള്ളൊരു കമൻറ്റ് കിട്ടാം. പിന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ വലിയൊരു ഊഞ്ഞാലൊക്കെ. പിന്നെ ഇതാണ് ഗോസ്റ്റ് ഹൗസ്. ഞാൻ ഗോസ്റ്റ് ഹൗസിൽ കയറിയിരിക്കുന്നത്. ഇതിൻ്റെ വേറെ ഒരു ലോങ് വീഡിയോ ഞാൻ വേറെ ഒരു സെറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മാത്രം വീഡിയോ ആയിട്ട് കാണുമ്പോൾ വീഡിയോ. പക്ഷെ ഉള്ളിൽ കഴിച്ചു അടിപൊളിയാട്ടോ. 60 റുപ്യ ഗോസ്റ്റ് ഹൗസിൽ കയറാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പുറത്ത് ഹെലികോപ്റ്റർ ഉണ്ട്, കുട്ടികൾക്ക് പറ്റിയ ഹെലികോപ്റ്റർ. പിന്നെ വട്ടമെറിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ടെന്നീസ് പന്ത് ചെറിയ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നു. തോക്കുകൊണ്ടൊക്കെ വെടിവെക്കാൻ പറ്റുന്ന ഐറ്റംസ് വരെ ഉണ്ടായിരുന്നു അവിടെ. ടെന്നീസ് പന്ത് നമ്മൾ എറിഞ്ഞ് 3 ക്ലാസ്, എത്ര ക്ലാസ്, 8 ക്ലാസ് 9 ക്ലാസ് വിക്കറ്റ് കിട്ടും. ക്രിക്കറ്റ് ബാറ്റ് കിട്ടും. പിന്നെ ഒരു ഹാൻഡ് മെയ്ഡ് തോണി ഉണ്ടായിരുന്നു അവിടെ, ഹാൻഡ് മെയ്ഡ് തോണി. ആൾ കേടുന്ന് തുഴയല്ല, എന്താ പറയുക, ആട്ടുക. ആളിങ്ങനെ കൈകൊണ്ടാട്ട് കിട്ടും. ഹാൻഡ് മെയ്ഡ് സാധനം പവറൊക്കെ വരും ഗേസ്. പിന്നെ ഹാൻഡ് മെയ്ഡ് അല്ലാത്ത മിഷനിൽ വർക്ക് ചെയ്യണത് അപ്പുറത്തും കാണാണ്ടോ ഗേസ്, അപ്പുറത്തും ഉണ്ട്. പിന്നെ നേരെ മുന്നിൽ വേറെ ഐസ്ക്രീം കടയുണ്ട്. പിന്നെ ഗൈസ് ആരും സ്കിപ്പ് ചെയ്യാലോ, മുഴുവനായിട്ട് കണ്ടിട്ട് പോകണേ. എനിക്ക് മോണിറ്റൈസേഷൻ ആക്കാനുള്ളത് ഗൈസ്, ഞാൻ പാവല്ലേ. പിന്നെ ഇവിടെ ചാടുന്ന ഒരു കുന്ത്രാണമുണ്ട്. ഇതാണ് നമ്മുടെ വലിയ തോണി. പിന്നെ ഒരു വലിയൊരു യന്ത്രം. ആ കാണുന്ന 2 ആൾക്കാരിൻ്റെ ഇക്കാക്കാരട്ടോ, കാണുവാനുണ്ട്. അപ്പുറത്തേക്കാണ് മാമാട് കുട്ടിയാണ്, ഈ തെല്ലത്തിരിക്കുകയാണ് സ്വന്തം കാക്കേട്ട. 2 ആളും യന്ത്രകുഞ്ഞാലി നാടുകയാണ്. പിന്നെ കേസ് ആ ചുറ്റിക്കും പിടിച്ചിരിക്കുന്ന റിപ്പർ ഉണ്ടല്ലോ, അതാട്ടോ നമ്മൾ അവിടുത്തെ ഗോസ്റ്റ്. പിന്നെ ഹാൻഡ് മെയ്ഡ് ഊഞ്ഞാലിൽ എൻ്റെ അനിയനും മാമ്മയുടെ കുട്ടികളും കയറിയിട്ടുണ്ട്. കണ്ടോ, ആളൊക്കെ കണ്ടോ, കഷ്ടപ്പെട്ട്. പക്ഷേ സാധനം നല്ല പോക്കാ കൂടി. അങ്ങനെ നമ്മൾ എല്ലായിടത്തും തിന്നാറുള്ള പോലെ തന്നെ നമ്മൾ മയോണീസും കെച്ചപ്പ് ചോദിച്ച് വാങ്ങിയിട്ടൊരു കോളിഫ്ലവറിലിട്ട് നമ്മൾ തിന്നിട്ടുണ്ട് കേട്ടോ. ഒരു കിടിലൻ സാധനം, പക്ഷേ ചൂടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗോസ്റ്റ് ഹൗസിൽ കയറുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതന്നെയായിരിക്കും. മറക്കാതെ അതെല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ബൈ.